ഹായ് ഗായ്സ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെറ്റിൽ ക്രീക്ക് വില്ലേജിനെ പറ്റിയാണ്. സെന്റ് തോമസിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആനയാണ്. ഈ ആനയുടെ പേരാണ് ജംബോ. 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആനിമൽ ആയിരുന്നു ഈ ആന എന്ന് പറയുന്നത്. ഇതൊരു ആഫ്രിക്കൻ എലിഫന്റ് ആണ്. ഈ ആന ഇത്രയും ഫേമസ് ആവാൻ കാരണം ഈ ആന ഒരു സർക്കസ് ആനയാണ്. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ആന ഏകദേശം ഒരു 24 വയസ്സായപ്പോഴത്തേക്ക് ഒരു റെയിൽവേ ആക്സിഡന്റിൽ ഈ ആന മരിക്കുകയാണ്. അപ്പോൾ അതിന്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സ്റ്റാച്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട് മനോഹരമായ ഒരു പാർക്കും സെന്റ് തോമസ് ഗവൺമെന്റ് ഇവിടെ സ്ഥാപിക്കുകയാണ്. സെന്റ് തോമസ് എന്ന് പറയുന്നത് തന്നെ റെയിൽവേ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കെറ്റിൽ ക്രീക്ക് വില്ലേജിൽ ഏകദേശം 7 ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ആക്സസ് ആവും. നമുക്ക് അതുവഴി ഈ 7 സ്പോട്ടുകളും കണ്ടുപിടിച്ച് നമുക്ക് കാണാൻ പറ്റും. കാർ പാർക്കിംഗ് തികച്ചും ഫ്രീ ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത് കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് ഒരു ഈവനിങ് ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ ആനയുടെ സ്റ്റാച്യൂവിനടുത്ത് തന്നെ ഒരു ട്രെയിനിന്റെ ബോഗി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ ട്രാക്ക് ഉൾപ്പെടെയാണ് സ്ഥാപിച്ചേക്കുന്നത്. ഈ ബോഗിയാണ് ഈ ആന ഇടിച്ചത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആനയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഈ ബോഗിയിൽ ഒരു ബുക്ക് സ്റ്റാളാണ്. മിഹ്റൂൻ ഇവിടെ വന്നപ്പോൾ കുറേ കൂട്ടുകാരെ കിട്ടി. ഹാപ്പിയാണ്. എല്ലാവരെയും കൂടെ അങ്ങ് ഓടി കളിച്ച് നടക്കുകയാണ്. ഞങ്ങൾ വീക്കെൻഡിലാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് സ്റ്റാൾ ഓപ്പൺ അല്ല. വീക്ക് ഡേയ്സിൽ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് സെന്റ് തോമസ് എലിവേറ്റഡ് പാർക്കാണ്. നമുക്ക് നടന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റും. കാർ അവിടെ ആനയുടെ അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നടന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റും. വരുന്ന വഴിക്ക് ആനയുടെ പല കളറിലുള്ള ഡ്രോയിങ് നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമാണ്. അടുത്ത് നമ്മൾ എലിവേറ്റഡ് പാർക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. അതൊരു പാലത്തിന് മുകളിലാണ്. നേരത്തെ ഇതിലൂടെയാണ് ട്രെയിൻ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അതെല്ലാവരും മാറ്റി. ഇതാ ഇവിടെ നമുക്കൊരു റെയിൽവേ സിഗ്നൽ പോസ്റ്റ് കാണാൻ പറ്റും. നിലവിൽ ഇത് വർക്കിംഗ് ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും മനോഹരമായിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പോസ്റ്റും കാണാൻ പറ്റും. അത് CCTV ക്യാമറയാണ്. അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന ഈ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ എല്ലായിടത്തും ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അത് വളരെ ഹൈറ്റിലല്ല, എന്നാൽ പോലും അത് രാത്രി നല്ല മനോഹരമായിട്ട് പ്രകാശിക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഈ പാർക്ക് രാത്രി 11 മണി വരെ ഓപ്പൺ ആയിരിക്കും. രാത്രിയിലും ഇവിടെ നല്ല നല്ല പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ഒത്തിരി ആൾക്കാർ രാത്രിയിൽ ഇവിടെ വരാറുണ്ട്. നമ്മൾ മെയിൻ പാർക്കിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഇരിപ്പിടങ്ങൾ കാണാൻ കഴിയും. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാറുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ല, തണുപ്പാണ്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ കൂടെ വണ്ടി പോകുന്നത് കാണാൻ കഴിയും. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊരു കണ്ണാടിക്കൂട് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഒരു ലിറ്റിൽ ഫ്രീ ലൈബ്രറിയാണ്. ഇതിൽ ധാരാളം ബുക്കുകളുണ്ട്. അതിനടുത്ത് തന്നെയായിട്ട് ഒരു ഇരിപ്പിടമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ബുക്കുകൾ എടുത്ത് അവിടെ ഇരുന്ന് നമുക്ക് വായിക്കാൻ പറ്റും. നല്ലൊരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നല്ല കാമായിട്ടിരുന്ന് വായിക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു ഐഡിയ ആണത്. നമുക്കിവിടെ ഒരു പ്രത്യേകതര ഡിസൈനിലുള്ള ഒരു പോസ്റ്റ് കാണാൻ പറ്റും. സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് വായിച്ചു നോക്കാൻ മറന്നുപോയി. മീറു ഒരു ഫോട്ടോ കണ്ടപ്പം അതിനടുത്തോട്ട് പോയി. രസകരമായ ഒരു സംഭവം നടന്നു. ഹാപ്പി ആയോ? എന്നാ പോകാം. അവിടെ പോയി അടി കൊടുത്തപ്പോഴത്തേക്ക് സന്തോഷമായി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മെയിൻ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് വുഡൻ ഫ്ലോർ ആണ്. ഇത് നേരത്തെ ഇവിടെ ഒരു റെയിൽവേ പാലം ആയിരുന്നു, ഓർക്കണം. അത് അവർ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ഈ പാലം പണിഞ്ഞ ആൾക്കാരും ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാലത്തിനിരിക്കുന്ന പേര് ദ ബോൾ വാക്ക് എന്നാണ്. അതുപോലെ തന്നെ ധാരാളം അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഇതിൻ്റെ പാലത്തിൻ്റെ 2 സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. കാരണം അത്രത്തോളം കളർഫുള്ളും അത്രത്തോളം ക്രിയേറ്റീവായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഡിസൈൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ ഒരു നീഡിലുണ്ട്. കാറ്റടിക്കുന്നതനുസരിച്ച് ആ നീഡിൽ അതിൻ്റെ ദിശയിൽ ഇങ്ങനെ ചലിക്കുന്നതാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു റെയിൽവേ ട്രാക്കിൽ കാണുന്ന പോലെ തന്നെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അതൊന്നും അവർ റിമൂവ് ചെയ്തിട്ടില്ല. അതിന് ഉള്ളിലോട്ടാണ് അവർ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പെട്ടെന്നൊരു സൗണ്ട് എടുത്ത് താപ്പിട്ട് നോക്കിയപ്പോൾ ഇതാ ഒരു ചങ്ങായി ബൈക്കിൽ പോകുന്നു. നല്ല വെയിലായതുകൊണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ആ പുള്ളി വണ്ടി ഓടിക്കുന്നത്. നമുക്കിവിടെ ഒരു ആർച്ച് കാണാൻ കഴിയും. ഈ ആർച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലോക്കാണ്. ഇതിൻ്റെ പേര് ലവ് ഈസ് ഇൻ ദ എയർ എന്നാണ്. ആക്ച്വലി കപ്പിൾസ് വന്നിട്ട് ഇവർ ഈ ലോക്ക് ചെയ്തിടും. അതിനർത്ഥം അവരുടെ പ്രണയം ഈ ലോക്ക് പോലെ ദൃഢമാണ്, ഒരിക്കലും ഇത് ഓപ്പൺ ആയി പോകത്തില്ല എന്നുള്ള രീതിയിലായിരിക്കാം അവരങ്ങനെ ലോക്ക് ചെയ്തിടുന്നത്. മിഹ്റൂം അവിടെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ കൂടെ മുന്നോട്ട് പോകുമ്പം പലതരത്തിലുള്ള ഡിസൈൻസ് വീണ്ടും കാണാൻ കഴിയും. ആ മിഹ്റു ഓടിപ്പോകുന്നത് ഒരു സ്പ്ലാഷ് പാഡിലേക്കാണ്. അവൻ അതിൽ പോയി ഞെക്കാനാണ് പോകുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങളത് വിട്ടു. അടുത്തതും എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതും വെള്ളമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സെറ്റപ്പാണ്. തിരികെ വണ്ടി കയറാനുള്ളത് കൊണ്ടും വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ അതിനെ എൻകറേജ് ചെയ്തില്ല. അതുപോലെ തന്നെ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ ദൂരെ ഒരു ബിൽഡിംഗ് കണ്ടു. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ഒരു മന്ദിരമാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ പാലത്തിന് താഴേക്കൂടെ ഒഴുകുന്ന നമ്മുടെ തേംസ് റിവറും കണ്ടുകൊണ്ട് കുറച്ചു നേരം ഞങ്ങളവിടെ നിന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.